ഐഡൽ സീസൺ 2 സെമി ഫൈനൽ കോമ്പറ്റീഷന്റെ ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് പെർഫോമൻസ് ആണ് അടുത്തതായി. മെലഡീസ് വിത്ത് പിയാനോ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ആയിഷ. ഹായ് ആയിഷ ചേച്ചി. സെമി ഫൈനൽ സ്റ്റേജിലെ മെലഡീസ് വിത്ത് പിയാനോ റൗണ്ട് ഏത് സോങ്ങാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? സില്ലന ഒരു കാതൽ എന്ന ഫിലിമിലെ മുൻപേ വാ. വളരെ റൊമാൻറ്റിക് ആയ ഒരു സോങ് ആണ്. രണ്ടുപേരും അടിച്ചു പൊളിക്കുക. റോക്ക് ദ ഫ്ലോർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. Come on.
താങ്ക് യു. ആയിഷക്കുട്ടി, നല്ലൊരു സോങ് സെലക്ഷൻ, മോള് നന്നായിട്ട് പാടി. ആൻഡ് റാൽഫിൻ ചേട്ടാ, യു ഡിഡ് സ്റ്റാൻഡ് ഔട്ട് റിയലി. അപ്പം ഇനി കമന്റ്സ് അറിയണം അല്ലേ? ആരുടെ അടുത്ത് നമുക്ക് ചോദിക്കാം? അനുവേട്ട്. ഐഷ, ചേട്ടാ, സില്ലെന്നൊരു കാതൽ സൂര്യൻ നിർമ്മിച്ച സിനിമയാണ്. സൂര്യയും ഭൂമികയും ചേർന്ന് അഭിനയിച്ച വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ റൊമാൻറ്റിക് ഡുവറ്റ്സ് ഓഫ് റീസെന്റ് ടൈംസ്, കമ്പോസ്ഡ് ബൈ ദ ലെജൻഡ് AR റഹ്മാൻ. നന്നായി പാടി മോളെ, നല്ല റെൻഡറിങ്. താങ്ക് യു റാൽഫിൻ ഭയ്യ വൺസ് അഗൈൻ ഫോർ ഗ്രേറ്റ് സപ്പോർട്ട്. മോളുടെ സിംഗിങ്ങിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് തോന്നിയത് അമേസിംഗ് സ്റ്റേജ് പ്രസന്റ്, ഗുഡ് ഇന്ററാക്ഷൻ വിത്ത് ദി പിയാനോ ആർട്ടിസ്റ്റ് റാൽഫിൻ. അതുപോലെ മോളും എൻജോയ് ചെയ്ത് എക്സ്പ്രസീവായിട്ട് തന്നെ പാടി. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. അസലായിട്ട് തന്നെ പാടി. പിന്നെ മോള് ഈ പാട്ടൊരിക്കൽ നരേഷയുടെ കൂടെ പാടിയിട്ടുണ്ടോ ലൈവില്? ഈ പാട്ടല്ല, അത് മുന്തിനും പാർത്തേനും വളയപ്പെട്ടിയാണ്. ഓക്കെ ഓക്കെ. നരേഷ് അഗെയിൻ ഒരു വളരെ വളരെ ഫീൽ ഓറിയന്റഡ് ആയിട്ട് പാടുന്ന ഒരു ഫൈൻഡ് ഓഫ് റഹ്മാൻ. മോള് ഈ പാട്ടിന്റെ ഒരു ഓവറോൾ ഫീൽ നമുക്ക് കൺവേ ചെയ്തു. ദാറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ്, ബെസ്റ്റ് പാർട്ട് റിഗാർഡിംഗ് ദിസ് സോങ്. പക്ഷെ ഇന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി കുറെ ഫ്ലോസ് ഉണ്ടായിരുന്നു പാട്ടിൽ. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ആലാപ്പ് ചെറിയ ഒരു ഫ്ലോ ഉണ്ടായിരുന്നു. അതുപോലെ നടുവിൽ വരുന്ന കേട്ടേൻ എന്നൈ നാനേ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ അത് രണ്ടാമത്തെ നാനേ വരുന്ന സ്ഥലത്ത് കുറച്ച് ക്ലാസിക്കലായി പോയി സംഗതി. അത്രയും ഒന്ന് പാടാമോ മോളെ? അത് അനുപല്ലവി കഴിഞ്ഞു വരുന്ന അത് അത്രയില്ല. ആക്ച്വലി ഇറ്റ്സ് എ വെരി ലിമിറ്റഡ് പ്രസന്റേഷൻ അവിടെ. അത്ര ക്ലാസിക്കൽ ആവേണ്ട കാര്യമില്ല. അതിന്റെ ലെവൽ കുറവാണ്. ആക്ച്വലി അത്ര ക്ലാസിക്കലാക്കണ്ട. അതാണ് നമ്മൾ അവിടെ അത്ര വലിയ സഞ്ചാരമില്ല. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ പൂവായി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന ബ്രെത്ത് കട്ട്, അതുപോലെ ലാസ്റ്റ് വരുന്ന കുറച്ച് ബ്രെത്ത് ഇഷ്യൂസ് ആണ് മെയിനായിട്ട് ഇന്നത്തെ പാട്ടിൽ തോന്നിയത്. അത് മാറ്റി നിർത്തിയാൽ തീർച്ചയായിട്ടും നല്ലൊരു റെൻഡറിങ് ആയിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ് മോളെ. താങ്ക്സ് എ ലോട്ട്. ഐഷ മോളെ, നല്ലൊരു സോങ് സെലക്ഷൻ ആയിരുന്നു. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനെയൊക്കെ ഹരം കൊള്ളിച്ച ഒരു പാട്ട് തന്നെയാണ്. എത്ര പേരുടെ മൊബൈലില് ഈ പാട്ട് റിംഗ് ടോൺ ആയിട്ടും ഇന്നും ഈ പാട്ട് വളരെ എന്നും ഒരു റൊമാൻറ്റിക് സോങ്സിന്റെ പട്ടികയില് ഒരു പെടുന്ന പാട്ടാണ്. നല്ല ഗാനങ്ങളിൽ പെടുന്ന പാട്ടാണ് മോള് സെലക്ട് ചെയ്തത്. നന്നായിട്ട് തന്നെ പഴയൊരു കൈയടി കൊടുത്തേ. പക്ഷേ സോങ് സെലക്ഷൻ മോക്ക് കുറച്ച് ടഫായോ എന്നൊരു സംശയമുണ്ട് ചേച്ചിക്ക്. വേറൊരു പാട്ട് എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പാടാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. നല്ല ഫീലൊക്കെ കൊടുത്ത് പാടി. പക്ഷേ ശ്രേയ ഘോഷാൽ ആലപിച്ച ഈ ഗാനം, കാരണം ഇതിന്റെ ഓരോ അഡീഷണൽ ആയിട്ട് മോൾ എന്ത് പാടുന്നോ അല്ലെങ്കിൽ എന്ത് തെറ്റുന്നോ എല്ലാവരുടെയും മനസ്സിൽ കിടക്കുന്ന ട്യൂൺ ആയതുകൊണ്ടും ഇതായിട്ടും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. സാധാരണക്കാർ ഇപ്പോൾ ഒരു ഓഡിയൻസ് കേൾക്കുമ്പോൾ, പ്രേക്ഷകർ കേൾക്കുമ്പോൾ ഈ കൊച്ചു നന്നായി പാടിയില്ല പിന്നെ എന്താ അങ്ങനെയല്ല. മാക്സിമം ഈ കുട്ടിക്ക് പറ്റുന്നതിന്റെ മാക്സിമം നന്നായിട്ട് പാടി, നല്ല ശബ്ദമുണ്ട്, അതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ നടുവിലത്തെ ഒരു ഹമ്മിങ് ഒക്കെ പാടിയില്ലേ, അതൊക്കെ പക്ക മാറിപ്പോയി അല്ലെ? മോക്ക് തന്നെ മനസ്സിലായില്ലേ ഒരു ഹമ്മിങ്? ഒരു സംഭവം പാടുന്നുണ്ടല്ലോ, അതൊക്കെ കംപ്ലീറ്റ് മാറിപ്പോയി മോളെ. പിന്നെ നിലവിടം വാടക ആ വരിയുടെ തുടക്കം പിച്ചിങ് പ്രോബ്ലം, അങ്ങനെ ചില കുറച്ച് സാധാരണ ഐഷയ്ക്ക് അങ്ങനെ വരുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത് ഈ സോങ് സെലക്ഷൻ കുറച്ച് ബുദ്ധിമുട്ടായി പോയോ. ബ്രീത്തിങ്, ശ്വാസത്തിന്റെ പ്രശ്നങ്ങളാണോ, കുറെ തിങ്സ് ഉണ്ട് ഇതിന്റെ അകത്ത്. ഭയങ്കര സുഖമായിട്ട് നമുക്ക് കേൾക്കാൻ തോന്നും, പക്ഷെ പാടാൻ തുടങ്ങുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് അറിഞ്ഞു പോകുന്നത്. എന്താ പറയാ, ഒരു സെലക്ഷൻ കുറച്ചുകൂടെ എളുപ്പമാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ മോക്ക് ഇപ്പൊ കിട്ടുന്ന മാർക്കിനേക്കാളും 100% മാർക്ക് കൂടുതൽ കിട്ടാമായിരുന്നു എന്ന് ചേച്ചിയുടെ ഒരു വിനീതമായ ഒരു എന്താ പറയാ റിക്വസ്റ്റ്. ഐഷ, നല്ലൊരു ക്ലാസിക് സോങ്, റീസെന്റ് ടൈംസിലെ ക്ലാസിക് സോങ് മോൾ അസലായിട്ട് പാടി. എല്ലാവരും പറഞ്ഞതുപോലെ നല്ലോണം പാടി കേട്ടോ. പിന്നെ ചെറിയ മിസ്റ്റേക്സ് അവർ പറഞ്ഞല്ലോ, അതാണ് എനിക്ക് തോന്നുന്നു മൊത്തത്തിൽ ഒരു ഹെവി സോങ് ആണ്. ഒരു കേൾക്കുന്ന ഒരു ലിസണറിന് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു സോങ്ങും പാടുന്നവർക്ക് വളരെ ഹെവി ആയിട്ടുള്ളൊരു സോങ്ങുമാണ്. അങ്ങനെയുള്ള കുറച്ച് പാട്ടുകളുണ്ടല്ലോ, പാടുന്നവനെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുള്ളൂ. അത് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. അതിൻ്റെതായിട്ടുള്ള ചില ഇതാണ് ഉണ്ടായിരുന്നത്. പിന്നെ പിയാനോ റൗണ്ട് ആവുമ്പോൾ ഒബ്വിയസ്ലി അത് കുറച്ച് സ്ലോ ആവും. മോൾക്ക് ലയിച്ച് പാടാനും ഒക്കെ ആയിട്ടുള്ളൊരു
സ്പീഡ് കുറവ് എന്തായാലും നാച്ചുറൽ ഉണ്ടാവും. അതിന്റെ ഒരു ബ്രെത്ത് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് ഇപ്പൊ ഈ റൗണ്ടുകളിൽ മോളുടെ എപ്പോഴും ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്ന ചില കാര്യങ്ങൾ, ഇടയ്ക്ക് മാത്രം മോൾക്ക് വരുന്ന ചില കാര്യങ്ങളുണ്ട്, ഈ സസ്റ്റെയിൻസിന്റെ ചില ഇതുകൾ, അതുപോലെ നോട്ട് ഹിറ്റ് ചെയ്യുമ്പോൾ ആ നോട്ടിൽ എത്താതെ മാറി പോകുന്ന ഒരു ചെറിയ പ്രവണത, ഇത്തരം കാര്യങ്ങൾ ഈ പാട്ടിൽ കുറച്ച് വന്നിരുന്നു എന്ന് എനിക്ക് തോന്നി. അതൊന്ന് ശ്രദ്ധിക്കാന്നേ ഉള്ളൂ. അല്ലാതെ വേറെ ഇപ്പൊ ഒരുപക്ഷെ ഈ സ്റ്റേജിൽ മാത്രം വരുന്ന ഒരു ചില മിസ്റ്റേക്സ് ആയിരിക്കാം അത്, അത്രേ ഉള്ളൂ. അല്ലാതെ അതർവൈസ് ഇറ്റ് വാസ് എ ഡീസന്റ് പെർഫോമൻസ് കേട്ടോ. ഗുഡ് ലക്ക്. ആൻഡ് റാൽഫിന് ഇത് വിതൗട്ട് യുവർ സപ്പോർട്ട് ഈ ഇത്തരം പാട്ടുകൾ ഒരിക്കലും ആ ഒരു ലെവലിൽ എത്തില്ല. അതുകൊണ്ട് റാൽഫിനും ഒരു ഡിഫോൾട്ട് ആയിട്ടുള്ളൊരു അഭിനന്ദനമാണ്. ഇനി എല്ലാ പാട്ടിലും ഇത് പറഞ്ഞോളണമെന്നില്ല കേട്ടോ. താങ്ക് യു വിജേട്ടാ. ആയിഷക്കുട്ടി, ഇനി നമുക്ക് മാർക്സ് അറിയാം. അനുപേട്ട ഓൺ 30. മോളെ ഞാൻ 27.5 out of 30. Style, attitude and performance was very good. 4 out of 4. താങ്ക് യു അനുപേട്ട. അറിയും ചേച്ചി 27.5. ഫീലിന് 2.75. താങ്ക് യു റിമി ചേച്ചി. ബിജേട്ടാ 27.5 on 30 and 2.75 expression. താങ്ക് യു ബിജേട്ടാ. ആയിഷക്കുട്ടി, യുവർ ടോട്ടൽ സ്കോർ ഈസ് 92 out of 100. ആയിഷ, കുഴപ്പമില്ലാത്ത സ്കോറാണ്. കുഴപ്പമില്ലല്ലോ, സന്തോഷമായോ? ഇനി വരുന്ന റൗണ്ടിലും നന്നായിട്ട് പെർഫോം ചെയ്യാം.